സാധാരണ നിലയിൽ പാർട്ടിയല്ല ചിഹ്നം തീരുമാനിക്കുക, പിന്നെ ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുക. അല്ല, CPM-ന്റെ തീരുമാനം സ്വന്തം സ്ഥാനാർത്ഥിയെ കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ അല്ല. അത് ഇത്തവണ നമ്മൾ അതല്ല, അതിൽ വ്യത്യസ്തമായി തികച്ചും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ കണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം ചിഹ്നം അനുവദിക്കാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് CPM-ന്റെ വോട്ട് കിട്ടുന്ന കാര്യം തിരിച്ചടി വന്നിട്ടില്ല. വേറെ ഏതെങ്കിലും വോട്ട് പരിശോധിച്ചെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തുക. ഇനി ദിവസങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് വേറൊന്നുമില്ല. ഓക്കെ, അത് ഉറപ്പല്ലേ? അതിൽ നിങ്ങൾ പറഞ്ഞതിലേക്ക് ഒരു കാര്യം ഞാൻ പറയാം. AICC-യുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കര അസംബ്ലി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തണം. അങ്ങനെ പരാജയപ്പെടുത്തലാണ് ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കാനുള്ള അവസരം എന്ന് KC വേണുഗോപാലാണ് പറഞ്ഞത്. KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ള ഈ അഭിപ്രായം നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നുണ്ടല്ലോ. ആ അഭിപ്രായം വെച്ച് നോക്കി തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് ഈ ചേലക്കരയിലുള്ള വിജയം വ്യക്തമാക്കുന്നുണ്ടല്ലോ. പാലക്കാടും അല്പം വോട്ട് കൂടി. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച നിലപാട്. അതൊന്നും നോക്കണ്ട, നമുക്ക് ഭാവിയിൽ നോക്കാം. ഭാവിയിൽ നോക്കാം. അത് ഭാവിയിൽ നമുക്ക് നോക്കാം. തുടർ ഭരണം കിട്ടുമോ എന്നായി. തുടർ ഭരണം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും തുടർ ഭരണം കിട്ടിയിരുന്നു? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലേ തുടർ ഭരണം കിട്ടിയിട്ടുള്ളത്. ആ തുടർ ഭരണം കിട്ടാൻ ഇടവരുത്തിയിട്ടുള്ള സാഹചര്യം എന്താ? ഗവൺമെൻറ്റിന് പ്രവർത്തനങ്ങളില്ല. അതുകൊണ്ട് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി ജനക്ഷേമ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാടുകൾ എടുത്തു പോകുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും വളരെ ഈ 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ അതിനേക്കാൾ ശക്തമായ ഫലത്തോടുകൂടി തിരിച്ചു വരാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട അല്ല, സന്ദീപ് വാര്യരുടെ പ്രശ്നം BJP അല്ലേ, അവരുടെ നിലപാടല്ലേ പറയേണ്ടത്. അത് ആയോ ഇല്ലയോ എന്നുള്ളത് അവർ പരിശോധിച്ചിട്ട് പറയട്ടെ. അത് ഈ വോട്ടിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു നിലപാടിലെത്താൻ കഴിയില്ല. കോൺഗ്രസ് അവരെ കൊണ്ടുപോയത് ശരിയോ തെറ്റോ എന്നുള്ളത് കോൺഗ്രസ്സാണ് പറയേണ്ടത്. അതിൽ ഞങ്ങളല്ല ഒരു അഭിപ്രായം പറയേണ്ടത്. ഞങ്ങൾക്ക് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം അതിൻ്റെ വിവാദത്തിലേക്കൊന്നും കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു.